രാത്രിയുടെ 3-ാം യാമം. അതീന്ദ്രിയ ശക്തികൾക്ക് ശക്തി കൂടുന്ന സമയം. ഭയപ്പെടുത്തുന്ന സ്വപ്നങ്ങളിൽ മനുഷ്യൻ ഞെട്ടിയുണരുന്ന സമയം. അതെ, രാത്രിയുടെ 3-ാം യാമങ്ങളിൽ പാലപ്പൂവിന്റെ സുഗന്ധവും തേടി രാപ്പാടികളോടൊപ്പം പാട്ടുകൾ പാടി വന്നു ഇരകളുടെ രക്തം കുടിക്കുന്ന സുന്ദരിമാണ് യക്ഷി. മുത്തശ്ശി കഥകളിൽ മാത്രം കേട്ടറിഞ്ഞ ഏതോ പ്രഹേളിക ഇന്നിവിടെ ഒരിക്കൽ കൂടി ഈ 3-ാം യാമത്തിൽ. സാബ്, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി, ഞാൻ വരാം. ഓ, എന്താ നിന്റെ പേര്? സാബ്, മേരാ നാം മസദുദ്ദീൻ. ഓ, ബംഗാളിയാ? जी साहब. कितने साल हो गया इधर? 10 साल हो गया साहब. ഓഹോ. നിന്റെ പരിവ്? परिवार नाटकान साहब. 2 बीवी, 6 लड़कियां और 5 लड़के भी है. പിന്നെ पहले बीवी का नाम और दूसरे बीवी का बाप भी मेरे साथ है. എന്റെ അമ്മോ, 2 പെൺപാട്ടിമാരും 11 പിള്ളേരും കൂടാതെ ഒരുത്തിയുടെ തന്തയും മറ്റവളുടെ തള്ളയും. ശിവന്റെയൊക്കെ സെറ്റപ്പ് ഭയങ്കരം തന്നെ. ഒന്നുമില്ല. അല്ല, പിന്നെ നീ എന്താ ഇങ്ങനെ പോന്നതെന്ന് ചോദിച്ചതാ. അവിടെ ജോലിയൊന്നും ഇല്ല സാർ. പിന്നെ കൂട്ടുകാരും ആരും ഇല്ല. എല്ലാവരും ഇങ്ങ് കേരളയിലാണ്. ഇവിടെ ഒരു ബീവിയെ നോക്കുന്നു സാർ. സാബിന്റെ പരിചയത്തിൽ ആരെങ്കിലും ഉണ്ടോ? ബംഗാളി, അവിടെ 2 പോരാതെ ഇവിടെ വേണോ നിനക്ക്? ഒരു ബീവിയുള്ളതാണ് എന്നെ ഇവിടെ എത്തിച്ചത്. നിനക്കിനി 3ാമത് ഒന്നുകൂടെ വേണം. എന്ത് സേട്ടാ? ഒന്നുമില്ല. സാബ്, സാബിന് കുതിക്കാനോ രാത്രിയിൽ കൂത്തുകിടക്കാനോ എന്നോട് പറഞ്ഞാൽ മതി. എന്തോന്നടേ, ബംഗാളി ഇവിടെ വന്ന് മാമാപ്പണിയും തുടങ്ങിയ. എന്തായാലും അതൊന്നും വേണ്ട. എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ പറയാം. സേട്ടാ, ഡിന്നർ നീ ഒരു 3 പൊറോട്ടയും ബീഫും വാങ്ങിച്ചോണ്ട് വാ. ജി സാർ. പിന്നെ നാളെ ഞാൻ കാണില്ല. എന്നെയും കൂട്ടുകാരെയും എല്ലാവരും ഒരു മീറ്റിങ്ങിന് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ഏതോ ഒരു വലിയ മീറ്റിംഗ്. ഇവിടുത്തെ മുഖ്യമന്ത്രി ഒക്കെ വരുന്നുണ്ട്. ഓ, നിനക്ക് പാർട്ടിയൊക്കെ ഉണ്ടോ? എന്ത് പാർട്ടി സാർ? ഇവിടെ നിന്നാ ഒരു ദിവസം 500 രൂപ കിട്ടും. മീറ്റിങ്ങിന് ചെന്നാൽ ആ 500 രൂപയും ചിക്കൻ ബിരിയാണിയും കിട്ടും. ജോലിയും ചെയ്യണ്ട. ഓ, അത് ശരി. നീ സാധനം വാങ്ങുക. ശരി ചേട്ടാ. പിന്നെ രാത്രി ചിലപ്പോ ചില ശബ്ദങ്ങളൊക്കെ കേൾക്കും. ചേട്ടൻ പഠിക്കണ്ട. നാട്ടുകാരൊക്കെ ഓരോന്നും വെറുതെ പറയുന്നതാ. ആദ്യം ഇവനെ എടുത്തൊരു 4-5 അടിച്ച് എന്റെ ബോധം പോണം. പിന്നെ ഈ വിഷം അതിന്റെ കൂടെ പതിയെ എന്റെ അന്നനാളത്തിലൂടെ, എന്നിട്ട് നിത്യനിദ്രയിലേക്ക്. നിങ്ങൾക്കറിയുമോ ഞാനിതെന്തിനാണ് ചെയ്യുന്നതെന്ന്? അറിയണം, എല്ലാവരും അറിയണം. ഞാൻ എന്റെ ആത്മഹത്യാക്കുറിപ്പിൽ എഴുതും. ഈ ലോകം മുഴുവനും അറിയണം. വഞ്ചനയുടെ കഥയാണ്, കൊടും വഞ്ചനയുടെ കഥ. എന്റെ ഭാര്യ എന്ന് പറയുന്ന ആ രാക്ഷസി, അവൾ കാണണം എന്റെ ചലനമറ്റ ശരീരം, വായിക്കണം എന്റെ മരണക്കുറിപ്പ്.
നാട്ടുകാർ അവളെ കല്ലെറിയണം. എന്റെ ആത്മാവ് അത് കണ്ട് സന്തോഷിക്കണം. ഹലോ ഹലോ അഭിനന്ദനങ്ങൾ സുഹൃത്തേ, അഭിനന്ദനങ്ങൾ. ആത്മഹത്യ ചെയ്യുവാൻ തീരുമാനിച്ച താങ്കൾക്ക് അഭിനന്ദനങ്ങൾ. ഹലോ ഹലോ ആരാ സംസാരിക്കുന്നത്? ആരാ ആരാ? അത് പ്രസക്തമല്ല, എന്നാലും പറയാം. നിങ്ങളെപ്പോലെ പണ്ട് ആത്മഹത്യ ചെയ്ത ഒരു ആത്മാവാണ് ഞാൻ തൂങ്ങി മരിച്ച അതേ മുറിയിൽ നിങ്ങളിന്ന്. അഭിനന്ദനങ്ങൾ. അയ്യോ, ഇതേ മുറിയിൽ നീ ആരാണ്? ഞാൻ പറഞ്ഞല്ലോ, ഇന്നേക്ക് 3 വർഷം കഴിഞ്ഞിരിക്കുന്നു ഇതേ മുറിയിൽ ഞാൻ തൂങ്ങി മരിച്ചിട്ട്. സിനിമയിൽ അഭിനയിക്കാൻ വന്ന എന്നെ സംവിധായകൻ എന്ന ആ ദുഷ്ടൻ പീഡിപ്പിച്ചു. ചാൻസും തന്നില്ല. കമല കമ്മീഷന് മൊഴിയും കൊടുത്തു. ഞാൻ ആ കടും കൈ ചെയ്തു. അതിനുശേഷം ഈ മുറിയിൽ വരുന്ന അതിഥികളെയെല്ലാം ഞാൻ സന്ദർശിക്കും. രാത്രിയുടെ 3-ാം യാമത്തിൽ പാട്ടും പാടി 3 വർഷമായി ഞാൻ അലയുകയാണ്. അയ്യോ അയ്യോ, എനിക്ക് പേടിയാവുന്നു. എന്നെ ഉപദ്രവിക്കരുത്. മരിക്കാൻ പോകുന്ന നിനക്ക് പേടിയോ? കഷ്ടം. വേണ്ട വേണ്ട. ഇത് ഞാനാ സാബ്. ഇതാ പൊത്തോട്ടയും ബീഫും. പേടിച്ചു പോയി. നീ പറ്റോ? ബാക്കി നീ കയ്യിൽ വെച്ചോ. താങ്ക് യു സാബ്. ഇത് ഞാനാണ്. നീ പേടിക്കണ്ട, ധൈര്യമായി കഥകു തുറക്കൂ. നിനക്കെന്നെ മനസ്സിലായോ? ഞാൻ യമധർമ്മനാണ്. യമധർമ്മനോ? ഞാൻ പേടിച്ചു പോയി. ഇപ്പം ഫോൺ ചെയ്യുന്ന പ്രേതമാണോ എന്ന്. എന്നെ കൊണ്ടുപോകാനായിരിക്കും അങ്ങ് വന്നത്. അവൻ രാത്രിയിൽ വരും. അതിനു മുൻപെന്നെ രക്ഷിക്കണം. എന്ത്? രക്ഷിക്കാനോ? ഞാൻ എങ്ങനെയാണ് മനുഷ്യരെ രക്ഷിക്കുന്നത്? നിനക്കറിയില്ലേ? എന്റെ വാഹനമായ പോത്തിനെ പുറത്തു നിർത്തിയാണ് ഞാൻ വന്നത്. നിന്നെ പൊക്കുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. എന്താണ് യമധർമ്മൻ അറിയാനുള്ളത്? അതിന്റെ പേര് പ്രേംകുമാർ. പേരിൽ മാത്രമേ പ്രേമമുള്ളൂ. ജീവിതത്തിൽ അതില്ലാതെ പോയതാണ് എന്റെ പരാജയം. ചോദിക്കുന്നതിന് മാത്രം ഉത്തരം പറഞ്ഞാ മതി. മനസ്സിലായോ? മാപ്പാക്കണം. മേൽവിലാസം? പ്രേം ബിഹാർ, വട്ടപ്പാറ. വയസ്സ്? 48. നീ ആത്മഹത്യ ചെയ്യാൻ പോകുന്നു എന്ന് FB-യിലും ഇൻസ്റ്റയിലും ഒക്കെ കണ്ടിട്ടാണ് ഞാൻ വന്നത്. പക്ഷേ ചിത്രഗുപ്തൻ എനിക്ക് തന്ന കണക്കനുസരിച്ച് നിന്റെ സമയമായിട്ടില്ലല്ലോ. അങ്ങനെ പറയരുത്. എന്നെ ആത്മഹത്യ ചെയ്യാൻ അനുവദിക്കണം. അതും ഇവിടെ തൂങ്ങി മരിച്ച ആ യക്ഷി നിലാവിന്റെ പൂങ്കാവിൽ പാടി വന്നെന്നെ കൊല്ലും മുമ്പ്. ആട്ടെ, നീ എന്തിനാണ് ഈ കടുങ്കൈ ചെയ്യുന്നത്? എന്റെ ഭാര്യ എന്നെ വഞ്ചിച്ചു. ആ വഞ്ചകി പ്രേംകുമാറായ എന്നെ വിട്ട് അടുത്ത വീട്ടിലെ ശ്രീകുമാറിനെ പ്രേമിക്കാൻ പോയി. മിക്കവാറും എല്ലാ
എല്ലാ രാത്രികളിലും അവർ ശോ, ഞാനതെങ്ങനെ പറയും? എല്ലാം പറയൂ. എല്ലാ രാത്രികളിലും എല്ലാ രാത്രികളിലും ശോ, അത് തന്നെ. പറയൂ പ്രേമ, കേൾക്കട്ടെ. എന്നിട്ട് ഞാൻ എങ്ങനെ പറയും? ധൈര്യമായി പറഞ്ഞോളൂ പ്രേമ. എന്നിട്ട് ധൈര്യത്തിന് ഞാനൊരു ലാർജ് അടിച്ചോട്ടോ. ഏതാ ബ്രാൻഡ്? OPR. കൂതറ ബ്രാൻഡ്. ഏതായാലും എനിക്ക് ഒരെണ്ണം ഒഴിക്കേ. വെള്ളം വേണ്ട. നിനക്ക് ധൈര്യം കിട്ടിയില്ലേ? ഇനി പറ. എനിക്കും കേൾക്കാനുള്ളൊരു മൂടൊക്കെ ആയി. ദിലീപിനെയും മഞ്ജു വാര്യരെയും പോലെ സന്തോഷമായി കഴിഞ്ഞ ഞങ്ങളുടെ കുടുംബം കലക്കാൻ കാവ്യമാധവനല്ല, ഒരു KP ഉമ്മർ കടന്നു വന്നു. വാഴ്വേ മായത്തിൽ ശീലയെ വളച്ചതുപോലെ അവൻ എൻ്റെ ഭാര്യയെ വളച്ചു. ഒരു ദിവസം രാത്രി ഞാനൊന്ന് മൂത്രമൊഴിക്കാൻ ഉണർന്നു. സമയം 1 മണി. നോക്കിയപ്പോൾ പറയൂ. അവൻ എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോണു. എന്റെ ഭാര്യ എന്ന വഞ്ചകയുടെ അടുത്ത് എന്തോ രഹസ്യം പറഞ്ഞിട്ട്. നീ വേറൊന്നും കണ്ടില്ലേ? ഇല്ല. കളഞ്ഞു. ഈ ഉമ്മറും ഷീലയും പിന്നെയും ഇത് തുടർന്നു പല രാത്രികളിലും. അപ്പോഴൊന്നും താനത് കണ്ടില്ല അല്ലേ? അങ്ങനെ ഒന്നും കണ്ടില്ല. പിന്നെ എന്ത് പുല്ലാണാടോ ഇയാൾ കണ്ടത്? വ്രതമെടുത്തിരുന്ന എന്നെ കൊണ്ട് വെറുതെ ഓരോന്ന് കൊതിപ്പിച്ചു. പക്ഷേ ഞാൻ സത്യനല്ലല്ലോ. താടിയും വളർത്തി ഈ യുഗം കലിയുഗം എന്ന് പാടി നടക്കാൻ എന്റെ പ്രതികാരം ഇങ്ങനെയാണ്. ഇത് കൊതിച്ചു തീരാറാകുമ്പോൾ ഞാനിതെടുക്കും. പിന്നെ ഒരു 2 ലാർജും ഈ വിഷവും എന്റെ അന്നനാളത്തിലൂടെ. ഈ കണക്ക് പുസ്തകം അനുസരിച്ച് നിന്റെ സമയം ആയിട്ടില്ല പ്രേമ. ഇതിനൊക്കെ ഒരു കണക്കും വഴക്കുമൊക്കെ ഉണ്ട്. അങ്ങനെ പറയരുത്. നാളത്തെ പത്രങ്ങളിൽ വാർത്ത വരണം. വട്ടപ്പാറ പ്രേംകുമാർ ആത്മഹത്യ ചെയ്ത നിലയിൽ ലോഡ്ജ് മുറിയിലെന്ന്. കണ്ടെടുത്ത ആത്മഹത്യാക്കുറിപ്പിൽ ഭാര്യയുടെ അവിഹിതം കാരണമെന്ന് കണ്ട അവൾ ആ വഞ്ചായി നാണം കെടണം. നാട്ടുകാർ അവളുടെയും ആ ഉമ്മറിന്റെയും തൊലി ഉരിയണം. പക്ഷേ സമയമാകാത്ത നിന്നെ ഞാൻ എങ്ങനെ പൊക്കും? പ്ലീസ് ഇവിടെ തൂങ്ങി മരിച്ച ആ യക്ഷി വന്ന് രാത്രി എന്നെ പേടിപ്പിക്കുന്നതിന് മുമ്പ് എന്നെ കൊണ്ടുപോകണം.
ആരാണ് നീ? ആരാണ്? ഞാനോ? 3 വർഷം മുൻപ് ഇതേ മുറി ഈ കാണുന്ന ഫാനിൽ തൂങ്ങി മരിച്ച രജനിയാണ് ഞാൻ. എനിക്ക് ഇവിടെ താമസിക്കുന്ന ഈ പ്രേംകുമാറിന്റെ രക്തം കുടിക്കണം. അവൻ ഇഞ്ചിഞ്ചായി പിടഞ്ഞു മരിക്കുന്നത് എനിക്ക് കാണണം. അയ്യോ എന്റെ അമ്മേ. ഈ ശബ്ദം എവിടെയോ കേട്ട നല്ല പരിചയമുണ്ടല്ലോ. നീ നീ എടീ, നീ എങ്ങനെ ഇവിടെ? വഞ്ചകി, യമരാജൻ, ഇവളാണ് ആ വഞ്ചകി, എന്റെ ഭാര്യ. ഇവളെങ്ങനെ യക്ഷിയായി? വഞ്ചകിയായ ശീല മാത്രമല്ല, ഞാൻ നിങ്ങൾ പറയുന്ന ഉമ്മറാണ്. ഉമ്മർ. എടാ, നിന്നെ ഞാൻ വഞ്ചകി, നിന്നെ ഞാൻ. കഥ പൂർത്തിയാകണമെങ്കിൽ ഒരാൾ കൂടി രംഗത്ത് വരണം. ഡോക്ടർ സണ്ണി, പ്ലീസ് പ്ലീസ് കം ഇൻ. എന്താ അവിടെ പ്രശ്നം? അയ്യോ, ഇതാരാ? നമ്മുടെ പ്രേംകുമാർ അല്ലേ? അതെ ഡോക്ടറെ, ഒരാഴ്ചയായി ഈ മനുഷ്യൻ വീട്ടിൽ നിന്നും ഇറങ്ങിയിട്ട്. കുറേ അന്വേഷിച്ചപ്പോഴാ ഇവിടെ റൂം എടുത്തിട്ടുണ്ടെന്ന് അറിഞ്ഞത്. പിന്നെ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ ചെറിയൊരു നാടകം കളിക്കേണ്ടി വന്നു. മിസ്റ്റർ പ്രേം, നല്ലവനായ നിങ്ങളെ സന്തോഷകരമായ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഞങ്ങൾ പ്ലാൻ ചെയ്ത ചില നാടകങ്ങളാണ് ഈ യമധർമ്മനും യക്ഷിയും മറ്റുമൊക്കെ. ശോ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. പറയാം, എല്ലാം പറയാം. ഇത് യക്ഷിയല്ല, നിങ്ങൾ വാഴ്വയമായത്തിലെ ശീല എന്ന് കരുതുന്ന നിങ്ങളുടെ ഭാര്യ ശ്രീദേവി. ഇത് നിങ്ങൾ ഉമ്മർ എന്ന് കരുതുന്ന നിങ്ങളുടെ നന്മ നിറഞ്ഞ അയൽക്കാരൻ ശ്രീകുമാർ. ഡോക്ടർ, നിങ്ങൾക്കറിയുമോ, ദിവസവും രാത്രി ഇവൻ എന്റെ വീട്ടിൽ വന്ന് ഇവളുമായി ഞാനത് എങ്ങനെ പറയും? പറയണ്ട, എനിക്ക് എല്ലാം അറിയാം. അപ്പൊ താനും കൂടെ അറിഞ്ഞുകൊണ്ടാണ് ഇതെല്ലാം? അതോ ഈ ഉമ്മറിന്റെ കൂടെ ബാലൻ കെ നായരായി താനും കൂടെ ഉണ്ടോ? എടി വഞ്ചകി. മിസ്റ്റർ പ്രേം, താങ്കൾക്കൊരു രോഗമുണ്ട്. വെറും മരുന്നുകൾ കൊണ്ട് മാറാത്ത ഒരു രോഗം. എത്ര വർഷമായി ഞാനിത് അനുഭവിക്കുന്നു ഡോക്ടറെ. ഞാനും. ഇല്ല, നിങ്ങൾ എന്തൊക്കെയോ കള്ളക്കളികൾ കളിക്കുന്നു. എനിക്ക് ജീവിക്കണ്ട. ഞാനിപ്പോ ആത്മഹത്യ ചെയ്യും. മിസ്റ്റർ പ്രേം, താങ്കൾക്ക് സോമനാംബോളിസം എന്ന ഒരു രോഗമുണ്ട്. അതായത് രാത്രി ഉറക്കത്തിൽ താങ്കൾ അറിയാതെ എണീറ്റ് നടക്കുക. അതെ ഡോക്ടർ, അതെ. എന്നും ഉറക്കത്തിൽ നടന്ന് പ്രേം എന്റെ വീട്ടിലേക്കാണ് വരുന്നത്. ഞാനാണ് അബോധാവസ്ഥയിലുള്ള പ്രേമിനെ തിരികെ വീട്ടിൽ കൊണ്ടുവിടുന്നത്. അതെ, വീട്ടിൽ മടങ്ങിയെത്തുന്ന താങ്കൾക്ക് ബോധം തെളിയുമ്പോൾ കാണുന്നത് താങ്കളെ സുരക്ഷിതമായി വീട്ടിൽ എത്തിച്ച് മടങ്ങുന്ന ശ്രീകുമാറിനെയാണ്. അപ്പോ ഈ ഉമ്മറും ഷീലയുമൊക്കെ? ഓ, ഷീലയ്ക്ക് പ്രായമൊക്കെ ആയി. പാവ ഉമ്മർ എന്നേ മരിച്ചുപോയി. നിങ്ങളെ ഒന്ന് രക്ഷിക്കാൻ ഞങ്ങൾ പ്ലാൻ ചെയ്ത ഈ നാടകം നിങ്ങളുടെ ചികിത്സയുടെ ഒരു ഭാഗമാണ്. വെറും മരുന്ന് കൊണ്ട് മാറാത്ത ചില രോഗങ്ങൾക്ക് ഞങ്ങൾ സൈക്യാട്രിസ്റ്റുകൾ ഇങ്ങനെ ചില മാർഗങ്ങൾ സ്വീകരിക്കും. മിസ്റ്റർ പ്രേം, ആത്മഹത്യ ഒന്നിനൊരു പരിഹാരമല്ല. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എല്ലാം ഒരു സ്വപ്നം പോലെ. ഇതൊക്കെ സത്യമാണോ? ഇതാണ് സത്യം. ഇവിടെ സത്യനും ശീലയും വാഴ്വയുമായോ ഒന്നുമില്ല. ഉമ്മറും ഇല്ല. അപ്പോ ഇനി പ്രേംകുമാർ ഉറക്കത്തിൽ നടക്കില്ല. ഹോ,
ഇനിയെങ്കിലും എനിക്കൊന്ന് സമാധാനമായി ഉറങ്ങാമല്ലോ. ഞാൻ വെറുതെ തെറ്റിദ്ധരിച്ചു. നീ എന്നോട് ക്ഷമിക്കണം. അതെ, പ്രേം ഇനി തൊട്ട് ഉറക്കത്തിൽ നടക്കില്ല. പഴയതൊക്കെ മറന്ന് നിങ്ങൾക്ക് ഇനി ഒരുമിച്ച് പോകാം ഒരു പുതിയ ജീവിതത്തിലേക്ക്. എന്നോട് ക്ഷമിക്കണം ഡോക്ടർ. എന്തൊക്കെയോ വിചാരിച്ച് എന്തൊക്കെയോ അവിവേകം ചെയ്യാൻ പോവുകയായിരുന്നു ഞാൻ. അപ്പോ എല്ലാം അടിപൊളിയായില്ലേ? എനിക്ക് പോകാമല്ലോ. നിൽക്കു ഡോക്ടർ, എന്തായാലും ഇത്രയായില്ലേ, ഇനി നമുക്ക് ഒരുമിച്ചിറങ്ങാം. പ്രേം, ആ ബാഗെല്ലാം എടുത്തോളൂ. തലയിൽ നിന്ന് വലിയ ഒരു ഭാരമിറക്കി വെച്ചതുപോലെ. ശ്രീകുമാറെ, എന്നാ പോകും മുമ്പ് നമുക്കോരോ നിൽപ്പൻ കൂടി അടിച്ചിട്ട് ഈ വെള്ളമടിയും എന്നേക്കുമായി എന്ന് നിർത്തിയാലോ? പിന്നെ ഞാൻ ഇവിടെ സിനിമ കാണാൻ വന്നതാ. ഉടനെ എനിക്ക് ഒഴി. ചേട്ടാ, എനിക്കും കൂലി. ഇത് മൊത്തമായി നീ തന്നെ എടുത്തോ. ഞാനിതാ നിന്റെ അരികിലേക്ക് വരുന്നു. രാത്രിയുടെ 3-ാം യാമത്തിൽ ഞാൻ മരിച്ച ഇതേ മുറിയിൽ നിന്നെയും തേടി. വിടില്ല, വിടില്ല ഞാൻ. വീണ്ടും അവൾ വരും. ഇനിയും ഒരു 3-ാം യാമം മറ്റൊരിരയെ തേടി.